എല്ലാവർക്കും വന്ദനം. യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങളുടെ മഴ ഈ മാസം നിങ്ങളുടെ മേൽ സമൃദ്ധിയായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നു. ഒരു പുതിയ തുടക്കമുണ്ടാകട്ടെ. മഴയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഒരിക്കലും ഒരാൾ മഴ വന്നപ്പോൾ കുട ചൂടി, വേറൊരാൾ മഴ വന്നപ്പോൾ കുട ചൂടിയില്ല, മഴ നനഞ്ഞു. രണ്ടുപേരും സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം മാറ്റി. എന്താണ്? രണ്ടുപേർക്ക് സന്തോഷമാണ്. ഒരാൾ മഴ വന്നപ്പോൾ കുട ചൂടി, കണ്ടോ, മഴയില്ലാത്ത ഒരു സാഹചര്യം മഴയ്ക്കകത്ത് താൻ കൊണ്ടുവന്നു, താൻ സന്തോഷവാനായി. മറ്റേയാളോ, എത്ര നാളായൊരു മഴ പെയ്തിട്ട്, മഴ ആരോഗ്യത്തിന് എത്ര നല്ലതാണ്, മഴ ഒത്തിരി ദൈവാനുഗ്രഹമുള്ള ഒന്നാണ്, മഴയാണല്ലോ ഈ ഭൂമിയിലുള്ള മനുഷ്യനെ, സമൂഹത്തെ, കൃഷിയെ, പ്രകൃതിയെ മനോഹരമാക്കുന്നത് എന്ന് പറഞ്ഞ മഴ കൊണ്ടു. രണ്ടുപേരും സന്തോഷിച്ചു. അതിൻ്റെ അർത്ഥം കുടയുള്ളപ്പോഴും സന്തോഷിക്കാം, കുടയില്ലാത്തപ്പോഴും സന്തോഷിക്കാം. ജൂൺ മാസത്തിൽ കുടയുടെ സീസണാണല്ലോ, മഴയുടെയും സീസണാണ്. മഴയുള്ളപ്പോൾ മഴയില്ലാത്തപ്പോഴും സന്തോഷിക്കേണ്ടവന് സന്തോഷിക്കാം. മഴ വന്നാൽ കുടയുണ്ടെങ്കിൽ സന്തോഷിക്കാം, കുടയില്ലെങ്കിൽ മൈൻഡ് സെറ്റ് മാറ്റിയാൽ മതി. കുടയുണ്ടെങ്കിൽ കുട ചൂടുക, കുടയില്ലെങ്കിൽ മൈൻഡ് സെറ്റ് മാറ്റുക. മഴ ഒരു അനുഗ്രഹമാണ്. ചിലപ്പോൾ കാരണന്മാർ പറഞ്ഞു കാണും, മഴ കൊള്ളരുത്, പനി വരും. എന്നാൽ പലവട്ടം മഴ കൊണ്ട് കഴിയുമ്പോൾ പിന്നെ പനി എന്ന വിഷയം മാറും. കാരണം നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള ശേഷിയുള്ളവരായി മാറും. എന്ത് കാര്യവും അങ്ങനെയാണ്. വെയിൽ കൊണ്ടാൽ തലവേദന ഉണ്ടാകും. എന്നാൽ സ്ഥിരമായി കൊണ്ട് അതിനെ അതിജീവിച്ച് വെളിയിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ചിലർ പറയണം, എനിക്ക് വെയിൽ കൊള്ളാൻ മേല, എനിക്ക് മഴ കൊള്ളാൻ മേല. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്നാണ് ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. അത് പ്രത്യേകിച്ച് ആയുർവേദത്തിലും അങ്ങനെയുള്ള പഠിപ്പിക്കലുകളുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, എനിക്കറിയാവുന്ന പല മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ വെളിയിൽ കളിക്കാൻ വിടും. ചെരുപ്പില്ലാതെ ആ മണ്ണിൽ തന്നെ നടക്കാൻ, ആ മണ്ണിൽ ചവിട്ടി തന്നെ കല്ലും മുള്ളും ഒക്കെ കൊണ്ട്, അതൊരു ആരോഗ്യമാണ്. മരത്തെ കയറാനും, മഴയത്ത് നിൽക്കാനും, മഴയത്ത് നടക്കാനും, നനയാനും. ചില മാതാപിതാക്കളൊന്നും വഴക്ക് പറയില്ല. കാരണം അവരങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ആരോഗ്യമുള്ളവരായി. അതൊരു മൈൻഡ് സെറ്റാണ്. മറ്റു ചിലർ പറയും മഴ കൊള്ളരുത്, അത് വേറൊരു മൈൻഡ് സെറ്റാണ്. രണ്ടും സന്തോഷമാണ്. മഴ വന്നപ്പോൾ കുടയുണ്ടായി. ചിലർ മഴ വന്നു, എനിക്ക് കുട വേണ്ട. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം, എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമ്മൾ കണ്ടുപിടിക്കണം. താഴ്ചയിലിരിക്കാൻ എനിക്കറിയാം, ഉയർച്ചയിലിരിക്കാനും എനിക്കറിയാം, വിശന്നിരിക്കാനും അറിയാം, തൃപ്തനായിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പരിശീലിക്കേണ്ട ഒന്നാണ് എന്ന് ഫിലിപ്പിയ ലേഖനം 4:10 മുതൽ വായിക്കുമ്പോൾ കാണുന്നു. 10, 11, 12 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. എല്ലാ സാഹചര്യങ്ങളോടും സന്തോഷത്തോടെ ഇണങ്ങി ചേരണം. കല്യാണം കഴിപ്പിച്ചു വിട്ട പല പെൺപിള്ളേരും ആ വീടിനോട് അങ്ങോട്ട് സെറ്റാകുന്നില്ല. ആദ്യമൊക്കെ 1-2 മാസം കുഴപ്പമില്ല. പിന്നെ ആ വീട്ടിലെ അമ്മയും അപ്പനും എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കി നിൽക്കും. അവർക്കത് അങ്ങോട്ട് പറ്റുന്നില്ല. മാറി താമസിക്കുക, അല്ലെങ്കിൽ ദൂരേക്ക് ജോലിക്ക് പോവുക. അങ്ങനെ മാറുന്നത് കുഴപ്പമില്ല. എന്നാൽ ആ വീടിനോട് ഇണങ്ങാത്തവർ മാറി താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിനോട് ഇണങ്ങില്ല. ആ വ്യക്തിയെ സൂക്ഷിക്കണം. ആ വ്യക്തി അപകടകാരി. എനിക്കറിയാവുന്ന ഒത്തിരി ചരിത്രമുണ്ട്, ഒത്തിരി ചരിത്രങ്ങൾ. ഈ പെൺകുട്ടികളുടെ വർത്തമാനം കേട്ടിട്ട് അപ്പനെ അമ്മയും കളഞ്ഞിച്ചിട്ട് ഈ ചെറുക്കൻ വാടകയ്ക്ക് പോവും. അവിടെ സെറ്റാവില്ല. അവളുടെ മൈൻഡ് സെറ്റാണത്. സ്വന്തം മാതാപിതാക്കളെ പോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കരുതാനും സ്നേഹിക്കാനും കഴിയണം. അതുപോലെ മാതാപിതാക്കളും
ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളും അത് മനസ്സിലാക്കണം. കയറി വന്നത് മരുമോളല്ല, മകളാണെന്ന് പറയണം. 10 പ്രാവശ്യം പറയുമ്പോൾ അങ്ങനെ സെറ്റാകും. എവിടെ നോക്കിക്കോ, കയറി വന്ന പെണ്ണിൻ്റെ കുറ്റമെന്ന് പറയും. എന്നാൽ കെട്ടിച്ചു വിട്ട പെണ്ണോ, അവള് വല്ല കാലത്തും വന്നിട്ട് കുറേ പാഷാണത്തിൽ കൃമി പോലെ ചിലത് ചെയ്യും. എന്നാൽ ചില പെൺപിള്ളേർ കെട്ടിച്ചു വിട്ടത് തിരിച്ചു വന്നിട്ട് ആ മരുമകളെയും അമ്മയെ ഒരുപോലെ കരുതിയിട്ട് അവരെ ഒന്നാക്കി മാറ്റും. നിങ്ങൾ ഏത് ലിസ്റ്റിൽ പെട്ടതാണ്? ഇന്ന് ആ തെറ്റുകളൊക്കെ ഒന്ന് ഏറ്റുപറ. ഈ പുതിയ മാസം മുതൽ, ഈ ജൂൺ മാസം മുതൽ ഒരു നല്ല ആരോഗ്യപരമായ ഒരു ആത്മീക കുടുംബ ബന്ധത്തെ നിങ്ങൾ ഉണ്ടാക്കണം. യേശുവിൻ്റെ സ്വഭാവം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. ഒരു ഭർത്താവ് വീട്ടിലുള്ളവരെയും ഭാര്യയും തമ്മിൽ നിരപ്പിക്കണം. ഒരു പെൺകുട്ടി വീട്ടുകാരെ തമ്മിൽ ഒന്നാക്കണം. കെട്ടിച്ചു വിട്ട പെൺപിള്ളേരെ കൂട്ടിപ്പിടിപ്പിക്കുന്ന പരിപാടി ചെയ്യരുത്. അത് വീട്ടുകാരെ തമ്മിൽ ഒന്നാക്കണം. കെട്ടിച്ച് വിട്ട പെൺപിള്ളേരെ അവിടുത്തെ കാര്യം വന്ന് ഇവിടെ പറയരുത്. എന്നാൽ പറയാം എങ്ങനെ. ചില കാര്യങ്ങൾ റോങ് ആയിട്ട് പോയാൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മയോട് ആ കാര്യം പറയാം. അഹങ്കാരം പിടിച്ച ഒരു അമ്മയോടത് പറയരുത്. പ്രാർത്ഥിക്കുന്ന അമ്മ കാര്യങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഭക്തിയുള്ള ഒരു അപ്പനോട് പറയാം, കോപിഷ്ഠനായ ജഡീകനായ ഒരു അപ്പനോട് പറയരുത്. എല്ലാ അപ്പന്മാരോടും പറയരുത്, എല്ലാ അമ്മമാരോടും പറയരുത്. ചിലപ്പോൾ ആ വീട്ടിൽ ആത്മീക പക്വതയുള്ള ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ പറയാം, എടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പനും അമ്മയെ അറിഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലൂടെ പോകുന്നു. അടുത്തത്, കല്യാണം കഴിച്ചു പോയ പെൺകുട്ടി, നീ ഏത് ചർച്ചയിൽ നിന്നാ വന്ന, ആ ചർച്ചിലെ പാസ്റ്ററിന് നിനക്ക് വിശ്വാസമാണെങ്കിൽ, ആ പാസ്റ്റർ നിനക്ക് നല്ല ഉപദേശവും നിനക്ക് കൈത്താങ്ങലും വളരാനുള്ള കാര്യം ചെയ്തു തന്നെങ്കിൽ ആ പാസ്റ്ററോട് പോയി പറഞ്ഞേക്കണം. കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ ആരോടും പറയാതിരിക്കരുത്. അത് അപകടങ്ങളെ കൊണ്ടുവരും. അങ്ങനെ ആരോഗ്യപരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ നിങ്ങൾ വർഷങ്ങളായിട്ട് ഇത് പറയാതെ ഏറ്റൊടുവിൽ ഭയങ്കരമായ കൊലപാതകങ്ങൾ വരെ, അപകടങ്ങൾ വരെ അതിലൂടെ വരാം. അതുകൊണ്ട് മുളയിലെ ചില കാര്യങ്ങൾ നുള്ളിക്കളയാൻ ഓരോരുത്തരും പഠിക്കുക. ഡോക്ടർ PG വർഗീസ്, ഞങ്ങൾ വിളിക്കുന്ന PG വർഗീസ് അങ്കിൾ, 85 വയസ്സായി. അദ്ദേഹം പറഞ്ഞത് എല്ലാ വർഷവും 3 ഫാമിലി സെമിനാറിൽ PG വർഗീസ് അങ്കിൾ ലില്ലി ആൻറ്റിയും പങ്കെടുക്കും. ഈ പ്രായത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഓരോ ഫാമിലി സെമിനാറുകളിലൂടെ ഓരോ കാര്യം പഠിക്കാനുണ്ട്. ഈ വർഷം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ 2-3 ഫാമിലി സെമിനാറുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫാമിലി സെമിനാറുകൾ ഇല്ലാതെ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അറിയണം എങ്ങനെ കുടുംബം നന്നായി കൊണ്ടുപോകാം. അതുപോലെ സാമ്പത്തികമായ ഭദ്രത, അതിനെക്കുറിച്ച് മണി മാനേജ്മെൻറ്റ്, ഇതെല്ലാം പഠിക്കണം. പൈസ എങ്ങനെ കൈകാര്യം ചെയ്യാം, നമ്മുടെ കയ്യിലെ പണം ചോർന്നു പോകരുത്. കുറേ കാര്യങ്ങൾ ദൈവസഭ പഠിക്കണം. ഇത് കേൾക്കുന്ന ഏതെങ്കിലും പാസ്റ്റർമാർ നിങ്ങളുടെ ചർച്ചിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ വർഷം അത് ചെയ്യണം. അത് നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതെങ്ങനെയാണ്, അതിൻ്റെ മെറ്റീരിയൽസ് പറഞ്ഞു തരാം. ഏത് രീതിയിൽ അത് ചെയ്യാം. ഒത്തിരി കർത്താവിൻ്റെ വേലക്കാർ പല രാജ്യത്തു നിന്ന് ജീസസ് അവരുടെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുവേലക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ്, സഹായം ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. റോമാലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 16 മുതൽ വായിക്കണം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. നല്ലത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ കാരണം ഞാനല്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പം ഞാൻ അറിയാതെ എന്നിലൊരു പാപം പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഞാനെന്ന് പറയുന്നത് എൻ്റെ ആത്മമനുഷ്യൻ. എൻ്റെ ആത്മമനുഷ്യനെ കൂടാതെ വേറൊരു പ്രവൃത്തി എന്നിൽ നടക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തത് നോക്കുക, ആവശ്യമില്ലാത്തത് അറിയാതെ പറഞ്ഞു പോവുക, എന്നിട്ട് വാ പൊത്തുക, ആവശ്യമില്ലാതെ ഉറക്കെ ദേഷ്യപ്പെടുക,
എന്നിട്ട് കുറ്റബോധത്തോടെ ക്ഷമ ചോദിച്ചിരിക്കുക, കൂടെ കൂടെ അത് ആവർത്തിക്കുക. നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പറ്റുന്നില്ല, എന്നാൽ അതിനേക്കാൾ ശക്തിയോടെ പാപം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപത്തിനൊരു കടിഞ്ഞാണിടണം. ലംഘനങ്ങളെ മറച്ചുവെച്ച് മുന്നോട്ട് പോകരുത്. അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുഭം കാണണം എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നു. അതുകൊണ്ട് ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷം മതി. ഓരോ ദിവസവും നമ്മൾ ഏറ്റുപറഞ്ഞ് അന്ന് ക്ലിയർ ചെയ്യുക. അതായത് സൂര്യൻ അസ്തമിക്കും വരെ നിങ്ങളെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം ഒരു പാപമാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കും വരെ നിങ്ങളുടെ പാപം തുടരരുത്. ഉടനെ അതിനെ ക്യാൻസൽ ചെയ്യുവാൻ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കണം. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഈ പാപം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് ജീവിച്ചാലും ഞാൻ അറിയാതെ എന്നിലൊരു കാര്യം പ്രവർത്തിക്കും. അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പം ഞാനെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ആത്മാവ് ഇടപെടാതെ തന്നെ ഒരു പാപം നമ്മിൽ വർക്ക് ചെയ്യുമെന്ന് റോമലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുകയാണ്. നമ്മൾ എത്ര നല്ലവരാണെങ്കിലും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം കിടപ്പുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചാൽ അതറിയാതെ വർക്ക് ചെയ്യും. ഇന്ന് പലരും ആ ഒരു ട്രാപ്പിൽ കിടക്കുകയാണ്. പുറത്തു വരണം. ചെറുതായി അതിനെ ഗൗരവം കൊടുക്കാതെ, ചെറിയ കാര്യമല്ലേ, ഇല്ല, അത് വളരും. പാപം വളരും. കളയാണത്. കള നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ കള വേഗത്തിൽ വളരും. കളയ്ക്ക് വളരാനാണ് വേഗത. വേഗത്തിൽ വളരും. അതിൽ മുള്ളുണ്ട്. അത് പറിക്കാനും പാടാണ്. അത് പറ്റി പിടിച്ചാൽ പോരത്തില്ല. ഒരു നല്ല ചെടി വേഗത്തിൽ വലിച്ചാൽ വരും. എന്നാൽ ഒരു കള അത് വളരുന്നത് വേറെ രീതിയാണ്. കാരണം മനുഷ്യൻ്റെ പാപനിമിത്തം ശപിക്കപ്പെട്ടപ്പോൾ ഭൂമിയിലുണ്ടായതാണ്. ഇനി നിലം അതിൻ്റെ വിള തരില്ല, അധ്വാനം തരില്ലെന്ന് ആദാമിനോട് ദൈവം പറയുകയാണ്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണം. നിലം അതിൻ്റെ വിള തരില്ല, ഫലം തരില്ല. മുള്ളും പറക്കാരെയും മുളക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള മുള്ളും പറക്കാരെയും പാപത്തിൻ്റെ റിസൾട്ടുകൾ, വിത്തുകൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ആ വിത്തിനെ നമ്മൾ ഇല്ലാതെയാക്കണം. വിത്തിനെ. അല്ലെങ്കിൽ യേശുവിനെ പോലെ ഇനി ഒരു നാൾ നിന്നിൽ ഫലമില്ലാതെ പോകട്ടെ. ആ ഒരു പ്രോഫറ്റിക്കൽ വാക്ക്, ഫെയ്ത്തിൻ്റെ വാക്ക് പറയണം. വേരോടെ ഉണങ്ങിപ്പോവും. വെട്ടിക്കളഞ്ഞാൽ വീണ്ടും വരും. വേരോടെ പറിച്ചാലും അതിൻ്റെ വേര് കടന്നാൽ അത് വീണ്ടും വരും. ഏറ്റവും നല്ലത് അതിനെ ക്യാൻസൽ ചെയ്യുക, ശപിക്കുക. യേശു ശപിച്ചു, വേരോടെ ഉണങ്ങിപ്പോയി. ആ രോഗാത്മാവിനെ, ആ രോഗത്തിൻ്റെ ആരംഭത്തെ, വളർന്നു നിൽക്കുന്ന ചിലത്, തെറ്റായ ഫലങ്ങൾ കായ്ക്കുന്ന ചിലത്, അതിനെ വേരോടെ ഉണക്കിക്കളയണം. മോശ കണ്ടില്ല, എത്ര വലിയ ദേഷ്യക്കാരനാണ്. ഇപ്പോൾ കർത്താവ് പറയുകയാണ് തന്നെക്കുറിച്ച്, ഒടുവിലത്തെ നാളുകളിൽ ഭൂതലത്തിൽ മോശയെപ്പോലെ സൗമ്യൻ ആരുള്ളൂ? അവൻ്റെ കാര്യത്തിൽ ദൈവമാണ് ഇടപെടുന്നത്. ആരംഭകാലത്ത് അവൻ്റെ കാര്യത്തിൽ അവൻ തന്നെ ഇടപെട്ടു. ഇപ്പോൾ അവൻ ഇടപെടുന്നില്ല. അതൊരു സൗമ്യതയുടെ ലക്ഷണമാണ്. നമ്മുടെ കാര്യം ദൈവം നോക്കിക്കോളും, ദൈവം ചെയ്തോളും. അതാണ് ദാവീദ് പറഞ്ഞത്. ശിമയി ശപിച്ചപ്പോൾ ദൈവം നോക്കിക്കോളും. അഭിഷായിയെ ഈ കാര്യത്തിൽ ഇടപെടണ്ട. കല്ലും മണ്ണും വാരി എറിയുന്ന എന്നെ ശപിക്കുന്നവരെ നോക്കേണ്ട, ദൈവം നോക്കിക്കോളും. അത് സൗമ്യതയുടെ റിസൾട്ടാണ്. അപ്പോൾ സൗമ്യതയുള്ളവരാക്കി മാറ്റും. നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥരാക്കും. ദേഷ്യത്തിനൊരു ഫലമുണ്ട്, സൗമ്യതയ്ക്കും ഒരു ഫലമുണ്ട്. അതുകൊണ്ട് നല്ല ഫലം കായ്ക്കുവാൻ, പാപത്തെ അതിൻ്റെ റൂട്ടോടെ കരിച്ചു കളയാൻ വിശ്വാസത്തിൻ്റെ അധികാരത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുക. ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മക്കൾ ഈ വചനങ്ങൾ കേട്ട് പ്രായോഗികമായി എങ്ങനെ വിജയിക്കാമെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതം ജയമാകട്ടെ.
അത്ഭുതങ്ങളാകട്ടെ, അനുഗ്രഹങ്ങളാകട്ടെ, തലമുറകളെ വളർത്താനും നല്ല കുടുംബജീവിതം കൊണ്ടുപോകാനും വീട്ടിൽ എങ്ങനെ നന്നായി പെരുമാറാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ, കൊച്ചു സന്ദേശത്തിലൂടെ ഈ കുടുംബങ്ങൾക്ക് ബലവും കൃപയും കൊടുക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളിത് കേട്ടതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരു കാര്യം മനസ്സിരുത്തി കേൾക്കുമ്പോൾ തന്നെ പകുതി വിടുതലാണ്. ഇനി അത് പ്രാക്ടീസും കൂടി ചെയ്താൽ നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങളുടെ മക്കൾക്ക് ഇത് കൈമാറിക്കൊടുക്കാൻ കഴിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി? എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൻ്റെ തലച്ചോറിൻ്റെ ഘടന പോലും മാറുമെന്ന്, DNA മാറുമെന്ന്. DNA മാറുമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൂടെ? അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ DNA മാറ്റണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാറ്റിനും മേലും ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാൽ മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല നാമം. എല്ലാറ്റിനും മേലും, എല്ലാറ്റിനും മേലും ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം.
യേശു